മനുഷ്യന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. പെണ്ണായാലും മാണായാലും ചിന്താഗതി മാറുമ്പോ ചിന്താഗതി ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് മനസ്സാ മാറി കഴിഞ്ഞു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കുടുംബമാകുമ്പോൾ ഏതായാലും ഉണ്ടാവും. അതൊക്കെ അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരങ്ങനെ മുന്നോട്ട് പോയിരുന്നു. ഇന്ന് ഒരു ചോരത്തിളപ്പ് എന്ന് എന്തൊക്കെയാ പറയാ. മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ ജയിച്ച് കാണണം എന്നുള്ളത് പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനാണ് വലുത് അല്ല അതിനേക്കാൾ വലുത് ഞാൻ അങ്ങനെയുള്ളൊരു ഈഗോ ആണ് അല്ലേ? വിവാഹം എത്ര മനോഹരമായ ബന്ധമാണല്ലേ? അതെ, പക്ഷേ അത് മനോഹരമാകുന്നത് ഡിവോഴ്സ് എന്നൊരു സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ന് കേരളത്തിൽ വിവാഹമോചനങ്ങൾ കൂടുന്നത്? ജനങ്ങളോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ഇന്ന് പണ്ടത്തെ കാലത്തെക്കാളും വിവാഹമോചനം കൂടുന്ന ഒരു സാഹചര്യം. വിവാഹമോചനം കൂടുന്നുണ്ട്. എനിക്ക് തോന്നുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ വീട്ടുകാരൊക്കെ പരസ്പരം കണ്ട് ഉറപ്പിച്ച് അന്വേഷിച്ചതിൻ്റെ ശേഷം ഉറപ്പിക്കുന്ന ഒരു പരിപാടി, ഒരു നില ഉണ്ടായിരുന്നത്, ഒരു രൂപം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് അധികം നേരെ കണ്ട് അവർ പരസ്പരം ഇഷ്ടപ്പെടുകയാണ്. ബാക്കിയുള്ള കാര്യം കുടുംബപരമായിട്ടോ ഇനി അത് സാമ്പത്തികം നോക്കണമെന്നില്ല, എങ്കിലും സാമ്പത്തിക ജോലി ഒന്നും നോക്കുന്നില്ല ശരിക്കും. അപ്പോൾ അത് കാരണം ആയിരിക്കാം വിവാഹമോചനം കൂടാൻ ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മുമ്പത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ ജീവിതം. സാഹചര്യങ്ങൾ മാറി. മുമ്പത്തേക്കാളും പുറത്തു പോയിട്ടും മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ ഒരുപാട് എന്ത് ചെയ്യുന്നു, ഓരോരുത്തരും അത് അനുഭവിക്കുകയാണ്, അത് കാണുകയാണ്, കേൾക്കുകയാണ്, ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിലും ഈ ഒരു അവസ്ഥയൊക്കെ വന്ന് ചേരാം, വിവാഹമോചനം വന്ന് ചേരാം എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഈ അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ ലവ് മാരേജ് കാരണമാവാം അറേഞ്ച് മാരേജ് ഒന്നുകൂടെ നല്ലതാണ്, ലവ് മാരേജ് കാരണമാവാം കൂടുതലും ഡിവോഴ്സ് വരുന്നത് എന്നുള്ളൊരു കാര്യം അങ്ങനെ വരുന്നുണ്ട്. ശരിയാണത്. ലവ് മാരേജ് ആകുമ്പോഴേ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് തന്നെ അതാണുള്ള കാര്യം. അങ്ങനെ വരുന്നുണ്ട്. അതിലും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ട്. അത് ശരിയാണ്. പണ്ട് കാലങ്ങളിൽ കുറച്ചുകൂടെ കുറവായിരുന്നു. പണ്ട് ഇത്രത്തോളം പുറത്തേക്കുള്ള ഒരു ഇറങ്ങുന്ന കാഴ്ചപ്പാടുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് അഡീഷ്മെന്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കുടുംബമാകുമ്പോൾ ഏതായാലും ഉണ്ടാവും. അതൊക്കെ അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരങ്ങനെ മുന്നോട്ട് പോയിരുന്നു. ഇന്ന് ഒരു ചോരത്തിളപ്പ് എന്ന് എന്തൊക്കെയാ പറയാ. ചെറുപ്പത്തിന്റെ ഒരു ഇതോ അവസ്ഥ എന്തൊക്കെ ആവുമ്പോൾ ഓരോരുത്തർക്ക് ഒരു, പിന്നെ പെൺകുട്ടികളൊക്കെ ഉള്ള അവർക്ക് തന്നെ സ്വയം ജോലി. മുമ്പൊന്നും ഇതേപോലെ ജോലിയിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. ജോലിയുള്ള ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കഴിവൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്കും തന്നെ അവർ കരുതിയ പോലെ ആവണമെന്നില്ല. ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ സഹകരിക്കാതെ അവർ ഏർപ്പെടുത്താൻ നോക്കുന്നു. കേരളത്തിൽ പണ്ടത്തെക്കാളും കുറച്ചുകൂടെ ഡിവോഴ്സ് കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്താവുന്നതാണ് ചേച്ചിയുടെ അഭിപ്രായം? പരസ്പരം മനസ്സിലാക്കാനുള്ള ആ ഒരു മനസ്സിപ്പോൾ പലർക്കില്ല. അഡ്ജസ്റ്റ്മെന്റിന് ആരും തയ്യാറല്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പരസ്പരം ഞാനാണ് വലുത് അല്ല അതിനേക്കാൾ വലുത് ഞാൻ അങ്ങനെയുള്ളൊരു ഈഗോ ആണ് അല്ലേ? പണ്ട് കാലങ്ങളിൽ ഇത് കുറവായിരുന്നു എന്നാണോ? പണ്ടുണ്ടായിരുന്നു. അത് നമ്മൾക്ക് മനസ്സിലാവാണ്ടാണ്. പണ്ട് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് കാണപ്പെടുന്നത് കൂടുതലായിട്ട്. പണ്ട് ഇത്തിരി പേടിയുണ്ടായിരുന്നു, നമ്മളെ കുടുംബത്തിന് പേടിയുണ്ടായിരുന്നു. ഇന്ന് ആ പേടിയില്ല. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എന്തു ആയാലും എങ്ങനെ ആയാലും ആരും ഒരു പ്രശ്നം വെച്ചാൽ അത് അങ്ങനെയാണെന്ന് അങ്ങനെ ആവട്ടെ. ഞങ്ങൾക്കിപ്പോൾ എന്തായാലും തൊഴിൽ ജീവിക്കാൻ പറ്റൂലോ. പെണ്ണുങ്ങൾക്കൊരു നല്ലതല്ലേ ചേച്ചിയുടെ അഭിപ്രായത്തിൽ? അതായത് നല്ല കാര്യം. നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു കഴിവല്ലേ നമ്മൾ തെളിയിക്കുന്നത്. എന്തിന് നമ്മൾ മറ്റുള്ളവരെ ഇടികൊള്ളണം, എന്തിന് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കണം? നമുക്കൊരു വ്യക്തിത്വല്ലേ, അതന്നെ ശരി. നല്ല കാര്യമാണ് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് കുറവായിരുന്നു. അന്നുണ്ടെങ്കിലും നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോണത്, ഇന്ന് നമ്മൾക്ക് വീട്ടിൽ കയറി ചെല്ലാൻ നമ്മളുടെ അച്ഛനമ്മയും നമ്മളതിനെ അംഗീകരിക്കും. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളെ അംഗീകരിക്കുന്നില്ലായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് നമുക്ക് കഷ്ടപ്പാടും പ്രശ്നവും ഉണ്ടായിരുന്നു. അത് കാരണം നമ്മളന്ന് ആരും അംഗീകരിക്കില്ല.
എന്നുവെച്ചാൽ ഒരാൾ വീട്ടിലേക്ക് കയറുക എന്ന് വെച്ചാൽ ഇവിടെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ അവൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇന്നങ്ങനെയില്ല. ഇന്ന് നമ്മൾ എന്ത് തൊഴിൽ ചെയ്തിട്ടും നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് ഒരു നാണാവും മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ ജയിച്ച് കാണണം എന്നുള്ളത് പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും അങ്ങനെ ഒരു ഇതുണ്ട്. ഇന്നിപ്പോൾ കണ്ടുവരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഈഗോ എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇപ്പൊ ഈ കല്യാണം കഴിക്കുന്നത് കുറച്ചുകൂടെ ചെറുപ്രായക്കാരാണ്. അതായത് ഒരു 18 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ എല്ലാവരും വിവാഹിതരാവുന്നുണ്ട്. അതൊരു കാരണമാണോ വിവാഹമോചനത്തിന്? വിവാഹമോചനത്തിന് അതെന്ന് നമ്മൾ 18 വയസ്സിൽ കുറ്റത്തും തീർന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവരുടെ കാര്യമൊക്കെ അറിയില്ല. പക്ഷേ ഒരു പെൺകുട്ടിക്ക് എന്തായാലും 22 അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 21 അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ. ഒരു ഇപ്പോൾ നമ്മുടെ വീട്ടുകാരായാലും കണ്ടുപിടിക്കുന്ന ചെക്കൻ അത് അവരത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം ഇന്നങ്ങനെ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ പെണ്ണ് കണ്ടു അടുത്ത മാസം തന്നെ കല്യാണം ഉറപ്പിച്ചു. ഒരു ചോദ്യം ഉത്തരം കാര്യങ്ങളൊന്നുമില്ല. പണ്ട് കാലത്ത് ഒരു കൊല്ലമൊക്കെ ഉറപ്പിച്ചിടലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ ഇപ്പോഴത്തൊന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എല്ലാരും ഒരുവിധം കുട്ടികളൊക്കെ ബോധമുള്ള കുട്ടികളാണ്. പണ്ടുള്ളവർക്ക് ബോധമില്ല എന്നല്ല, പക്ഷെ നമ്മളെങ്ങാട്ടും ബോധം ഉണ്ടായിരുന്നു പണ്ടുള്ളവർക്ക്. എന്നാലും അവർക്കൊരു പേടി ഉണ്ടായിരുന്നു, കുടുംബത്തിനോടുള്ള പേടി. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വിവാഹമോചനം കൂടുന്നുണ്ട് പണ്ടത്തെക്കാളും. അപ്പൊ അതിന്റെ കാരണം എന്താവാം ചേട്ടന്റെ ഒരു അഭിപ്രായം? അതിന്റെ കാരണം എന്താവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കല്യാണം കഴിക്കാത്ത കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല. വിവാഹമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, കഴിക്കുമ്പോൾ 2 കൂട്ടരും കൂടി ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമല്ലേ, അത് വേർപിരിയാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോ ഒത്തുപോലെങ്കിൽ 2 പേരും പിരിയല്ലേ. അവിടെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. പ്രശ്നങ്ങള് ആണുങ്ങൾക്കും ഉണ്ടാവും പെണ്ണുങ്ങൾക്കും 2 പേർക്കും ഉണ്ടാവാലോ. അപ്പൊ പണ്ടത്തെ കാലത്തെക്കാളും ഇന്ന് കൂടുതലല്ലേ? പണ്ട് അങ്ങനെ ഇല്ല, ഇപ്പോഴാണ് കൂടുതല്. അത് കാലങ്ങൾ നമ്മളെ സമയങ്ങള് മാറുക. ഇന്ന് അച്ഛനമ്മേനെ നോക്കാത്ത മക്കളാ. പക്വത കുറവായിരിക്കോ ഇന്നത്തെ ഈ വിവാഹമോചനത്തിന്റെ? ഇന്നത്തെ വിവാഹമോചനത്തിന്റെ കാര്യം പക്വത കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുമ്പോ നമ്മൾ ആലോചിച്ച് ചെയ്യണം. പിന്നെ പിരിയുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. പെണ്ണായാലും മാണായാലും ചിന്താഗതി മാറുമ്പോ ചിന്താഗതി ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് മനസ്സാൻ മാറിയാൽ കഴിഞ്ഞില്ല. ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നേ എന്തിനോണ്ടിട്ടാ മരിക്കുന്നത്? അതിനേക്കാളും നല്ലത് വിവാഹമോചനം. എന്തിനോണ്ടാ ചെയ്യുന്നേ? എത്ര ആൾക്കാർ കോഴിക്കോട് ഞാൻ പല പേരും കണ്ടു. എന്ന് വെച്ചാല് ആത്മഹത്യ, അല്ലെങ്കിൽ ഇപ്പൊ ഭാര്യനെ ഉപയോഗിച്ചു പോയി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപയോഗിച്ചു അവര് പോയി. അങ്ങനെ ഓരോ കേസുകൾ ഞാൻ ചെയ്യുന്ന. അതിനേക്കാളും നല്ലത് മ്യൂച്വലായി 2 പേരും സമ്മതത്തോടെ പിരിയല്. ഞാൻ ചോദിക്കുന്നത് എന്താ ഇതിന്റെ ആവശ്യം? ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ പിരിഞ്ഞിട്ട് ഈ ലോകത്ത് എന്തവർക്ക് നേടാനാ? അതാണ്. അപ്പൊ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നല്ലോ. ഒന്ന് നോക്കി നല്ലൊരു ചേട്ടൻ പറഞ്ഞാലേ ഓരോരുത്തരുടെ താല്പര്യം.